ഗൈസ് ഇപ്പോൾ മഴക്കാലമൊക്കെ അല്ല, നമുക്ക് ജലദോഷം ചുമയൊക്കെ വരുന്ന സമയമാണ്. നമുക്ക് അതിന് വേണ്ടി ഒരു ആയുർവേദത്തിൻ്റെ പൊടി ഉണ്ടാക്കി നോക്കിയാലോ? നോക്കാം. അപ്പോൾ അതിനായി പട്ട, ഏലക്കായ്, ഗ്രാമ്പു, തുപ്പൽ, ജാതിക്ക, ചുക്ക്, ചെറിയ ജീരകം, പനങ്കൽക്കണ്ട്, കുരുമുളക്, ഇതാണ് നമുക്ക് ആവശ്യമുള്ളത്. നമുക്ക് ചുക്ക് ഇട്ടിട്ട് നന്നായിട്ട് സ്ലോ ഫ്ലെയിമിലിട്ടിട്ട് ചൂടാക്കിയെടുക്കാം. നന്നായിട്ട് ഇളക്കണേ. നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. ആദ്യം എല്ലാം കൂടി ഇട്ടിട്ട് ഇളക്കല്ലേ, നമുക്ക് ഓരോന്നോരോന്നായിട്ട് ചെയ്തെടുക്കാവേ. നമ്മൾ തുപ്പൽ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണ്ടേ. ആദ്യം ജീരകം ഇടല്ലേ. ഇനി അതിലോട്ട് തുപ്പൽ, ഏലക്കായ്, പട്ട, ഗ്രാമ്പുവും ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കണവേ. നമ്മളിപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. കുറച്ച് നേരം നന്നായിട്ട് നമ്മൾ ഇളക്കി കൊടുക്കുന്നത്. അല്ലെങ്കിൽ ചിലപ്പോൾ അടി പിടിക്കാനും ചാൻസ് ഉണ്ട്. നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മൾ സ്ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് ചെയ്യുന്നത്, അതുകൊണ്ട് പെട്ടെന്നൊന്നും ചൂടൊന്നും വരില്ല. അപ്പം നമുക്കിങ്ങനെ ആവി വരുന്ന പോലെയൊക്കെ തോന്നും. അപ്പോൾ നമ്മൾ ചൂടായി തോന്നുന്നു. ഇല്ല, നമുക്ക് ചൂടൊന്നും അധികം വന്നിട്ടില്ല. നമ്മൾ നന്നായിട്ട് ഇളക്കണം. ചൂട് വരുന്നത് വരെ നമ്മൾ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. അപ്പോൾ നമ്മളതിലേക്ക് ജാതിക്ക ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണവേ. നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ടേ. അപ്പോൾ മഴക്കാലമൊക്കെ അല്ലേ, എല്ലാവർക്കും ജലദോഷവും ചുമയും തൊണ്ടവേദനയൊക്കെ വരും. അപ്പം നമുക്ക് ഈ മരുന്ന് കഴിച്ചാൽ പെട്ടെന്ന് മാറി 5 വയസ്സുള്ള കുട്ടികൾ തൊട്ട് മുതിർന്നവർ വരെ കഴിക്കാം. ഒരു കുഴപ്പമില്ല. ഇതിൽ കുറച്ച് എരിവും പുളി അങ്ങനെയൊക്കെ ഒരു ടേസ്റ്റ്. നമുക്കതിലോട്ട് കുരുമുളകും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കാവേ. നന്നായിട്ട് ഇളക്കി കൊടുക്കണേ. മുതിർന്നവർ വരെ നമുക്ക് കഴിക്കാം. ഒരു കുഴപ്പമില്ല. ചെറിയൊരു മധുരവും എരിവൊക്കെ വരുന്നു. അതുകൊണ്ട് എല്ലാവർക്കും നല്ല ഇഷ്ടമാവേ. നമ്മൾ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവർ അങ്ങനെ ഇഷ്ടമല്ല എന്നൊന്നും പറയില്ല. നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കണേ. നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാവേ. അപ്പോൾ ഇത് ഇളക്കുന്ന സമയം കൊണ്ട് എല്ലാവരും ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ. കമൻറ്റും ഇടണേ. ഇത് എങ്ങനെയുണ്ടെന്ന് നിങ്ങളൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ട് കമൻറ്റും പറയണേ. നമുക്ക് ചൂട് വന്നിട്ടില്ല ഗായ്സ്. നമ്മൾ ഗ്യാസൊക്കെ കത്തിച്ചിട്ടുണ്ട്. എന്നാലും അത് ഇപ്പോൾ സ്ലോ ഫ്ലെയിം ആയതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ചൂടായി തോന്നും, പക്ഷെ ആയിട്ടില്ല ഗൈസ്. നമുക്ക് നന്നായിട്ട് ഇളക്കിയും കൊടുക്കണേ. സ്ലോ ഫ്ലെയിമിൽ ഇപ്പോൾ തന്നെ ഇട്ടാൽ മതി. ചിലപ്പോൾ കരിഞ്ഞു പോകാൻ ചാൻസ് കൂടുതലാണ്. നമ്മൾ സ്ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഗൈസ് നമ്മൾ ഇളക്കി കൊടുക്കുന്നുണ്ട് നന്നായിട്ട്. നമ്മൾ കൈ കുറച്ച് നേരം ഇടവിട്ടിട്ട് ഇളക്കണേ. ഇനി അതിലോട്ട് ചെറിയ ജീരകം ആഡ് ചെയ്തിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാവേ. നമ്മൾ മെല്ലെ നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് ഗൈസ്. ഗൈസ് ഇപ്പോഴും നമ്മുടെ ഇതിനൊരു ചൂടധികം വന്നിട്ടില്ല. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ കുറച്ചും കൂടി ഹൈ ചെയ്തിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാവേ. അപ്പോൾ അധികം ചൂടായിട്ടില്ല. നമ്മൾ ഇച്ചിരി ഗ്യാസ് ഹൈ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഗൈസ് നമുക്ക് ഒന്നും കൂടി നന്നായിട്ട് ഇളക്കി കൊടുക്കാവേ. ഗൈസ് ഇപ്പോഴാണ് കുറച്ച് ചൂടായി വന്നത്. ഇപ്പോഴും കുറച്ച് ചൂടായിട്ടുള്ളൂ കേട്ടോ ഗൈസ്. ഗൈസ് നമുക്ക് കുറച്ചും കൂടി ഹൈ ആക്കിയിട്ട് ഇളക്കാം. അപ്പോൾ കുറച്ചും കൂടി പെട്ടെന്നാവും. നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാവേ ഗൈസ്. നമ്മളിപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഗൈസ് ഇപ്പം മെല്ലെ മെല്ലെ ചൂടായി വരുന്നുണ്ട്. അത്യാവശ്യം നല്ല ചൂടായിട്ടുണ്ട് കേട്ടോ ഗൈസ്.
അപ്പോൾ നമുക്ക് ഇനി ഗ്യാസ് ഓഫ് ചെയ്തിട്ട് എടുക്കാം. ഇപ്പം അത്യാവശ്യം നല്ല ചൂടുണ്ടാവും. അത് ഒന്ന് ആറാൻ വേണ്ടിയിട്ട് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് വയ്ക്കാവേ. നമ്മളെ ചൂടൊന്ന് കുറഞ്ഞ് വന്നിട്ട് നമുക്ക് മിക്സിയിലിട്ട് അടിക്കാവേ. ഇപ്പോൾ ആറിട്ടുണ്ട്, ഇനി നമുക്ക് മിക്സിയിലിടാം. അതിട്ട് ഹാഫ് ഞാനിപ്പോൾ ഇട്ടുന്നുള്ളേ. ഞങ്ങളിപ്പോൾ അതിട്ട് ഹാഫ് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിതിലിടാൻ നമ്മൾ മാറ്റി വെച്ച വെള്ളം എടുത്തിട്ടുണ്ട്, അതും ഒരു ഹാഫ് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ ആവശ്യത്തിന് ഇതിലിട്ട് കൊടുക്കണം. ബാക്കി നമ്മൾ മാറ്റി വയ്ക്കുന്നുണ്ട്. ബാക്കി അടിച്ച് വെക്കണമല്ലോ ഗൈസ്. അപ്പോൾ നമ്മൾ ബാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിതൊന്ന് അടിച്ചെടുക്കാം മിക്സിയിൽ. നമ്മൾ മിക്സിയിൽ ഒരു 10 സെക്കൻഡെങ്കിലും അടിച്ചെടുക്കണേ. അപ്പം നമ്മൾ കുറച്ച് നേരം എടുക്കുന്നുള്ളൂ. നമ്മൾ 10 സെക്കൻഡ് അതിൽ അടിക്കുന്നുണ്ട്. അപ്പോൾ ഗൈസ് ഇപ്പോൾ 10 സെക്കൻഡായി നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു ടെക്സ്ചർ വരെ നമ്മൾ മിക്സിയിലിട്ട് അടിച്ചെടുക്കണതിൽ ആദ്യം ഫസ്റ്റ് ഒരു കടുമുട് ഒരു ക്രഷിങ്ങിൻ്റെ ഒരു സൗണ്ട് തോന്നും. അത് കരിയണം, കുറച്ച് കഴിയുമ്പോൾ അത് ശരിയാവും. അപ്പോൾ ഗൈസ് ഞാനിപ്പോൾ അതിൻ്റെ ശരിക്കത്തെ ടെക്സ്ചർ കാണിച്ചു തരാവേ. കണ്ടപ്പോൾ നമുക്കിത് കാണുമ്പോൾ ഒരു പൗഡറിലെ ആ ഒരു ടെക്സ്ചർ വരെ നമ്മൾ മിക്സിയിലിട്ട് അടിച്ചുകൊണ്ടേ ഇരിക്കണേ. ഇനി ബാക്കി വന്നതും കൂടി നമുക്കൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ബാക്കി വന്ന മരുന്നും കൂടി നമ്മൾ അതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൽ ഇപ്പോൾ നമ്മൾ ഒന്ന് ചൂടാക്കിക്കൊണ്ട് അതിൻ്റെ ബാക്കി വന്നൊരു കരിൻ്റെ ഇച്ചിരി ഇതുണ്ട്, അത് നമുക്ക് ഇട്ട് കൊടുക്കല്ലേ. ചിലപ്പോൾ ഒരു ടേസ്റ്റിന് കുറച്ച് വ്യത്യാസം വരും. ബാക്കി വന്ന എല്ലാ വെള്ളവും ഇട്ടിട്ട് നമുക്ക് ഒന്നും കൂടി അടിച്ചെടുക്കാവേ. അപ്പം നമുക്കിതൊന്ന് അടിച്ചെടുക്കാവേ ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മൾ അടിക്കുന്നുണ്ട്. ഇതും ഒരു 10 സെക്കൻഡ് അടിച്ചെടുക്കാവേ. നമ്മൾ 10 സെക്കൻഡ് ഇതും അടിച്ചെടുത്തിട്ടുണ്ട്. ഇതും ഇപ്പോൾ ആ ടെക്സ്ചറാണ് വന്നിരിക്കുന്നത്. കണ്ടില്ലേ ഗൈസ്, ആ ഒരു ടെക്സ്ചർ തന്നെയാണ് ഇതിലും ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇപ്പം നമ്മൾ ഉണ്ടാക്കിയത് 2 മാസത്തേക്ക് ഇരിക്കെ നമ്മൾ ഒരു ചില്ലിൻ്റെ ബോട്ടിലിട്ടിട്ട് സൂക്ഷിച്ച് വെച്ചാൽ മതി. നമ്മൾ ഒട്ടും വെള്ളമില്ലാത്തൊരു പാത്രം വേണം എടുക്കാൻ. അതിൽ സൂക്ഷിച്ച് ടൈറ്റായിട്ട് എടുത്ത് വെച്ചാൽ നമുക്ക് ആവശ്യമുള്ളപ്പോൾ കഴിക്കാം. നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്, നല്ല സാധനം ഗൈസ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഗൈസ് എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ബൈ.